ഹലോ ഗൈസ്, ഞാൻ വന്നിട്ടോ. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഗൈസ് വേറൊന്നുമല്ല ഗൈസ്, ഇന്ന് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു കിഡിലൻ ഫോൺ ആയിട്ടാണ്. ഓക്കെ, കിഡിലൻ എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ഫോൺ. കിഡിലൻ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നോർമൽ ഫോൺ. ഓക്കെ ഗൈസ്, ആ ഫോണിന്റെ പേര് വേറൊന്നുമല്ല, മോട്ടോറോള മോട്ടോ ജി മാക്സ്. ഓക്കെ ഗൈസ്, ഇതാണ് ഈ ഫോണിന്റെ പേര്. ഈ ഫോൺ സത്യം പറഞ്ഞാൽ ഗ്ലോബലി ഈ ഫോൺ ജൂൺ 11, 2026 റിലീസായതാണ്. പക്ഷെ ഇത് ഇന്ത്യയിൽ ഒഫീഷ്യലായിട്ട് റിലീസ് ആയിട്ടില്ല. ഒഫീഷ്യലായിട്ട് റിലീസ് ആവണേന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് 14 എന്ന് വെച്ചാൽ ഇനി 2 ദിവസവും കൂടി ഉണ്ട്. 2 days മോർ. ഇന്ന് ഓഗസ്റ്റ് 12 2 days. അതേപോലെ ഈ ഫോൺ ഇന്ത്യയിൽ ഗ്ലോബലി റിലീസ് ആവുന്നതാണ് റൂമേഴ്സും പിന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ പറയണത്. അപ്പൊ മോട്ടോറോള മോട്ടോ ജി മാക്സിന്റെ ബെസ്റ്റ് ഫീച്ചേഴ്സും റിവ്യൂ ആണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒട്ടും സമയങ്ങളുടെ നമുക്ക് നമ്മുടെ വീഡിയോ കമോൺ ഗൈസ്, ലെറ്റ്സ് ഗോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മോട്ടോറോള മോട്ടോ ജി മാക്സ്. ഓക്കെ ഗൈസ്, ഈ ഫോണിന്റെ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു നോർമൽ ഫോണാണ്. ഓക്കെ, നോർമൽ ഡെയിലി യൂസിന് പറ്റണ ഒരു ഫോണാണ്. ഗെയിമിങ്ങിനൊന്നും അത്ര അഡ്വാൻസ് ഫീച്ചേഴ്സും അഡ്വാൻസ് കപ്പാസിറ്റി അതൊന്നും കൊടുത്തിട്ടില്ല. ഗെയിമിംഗ് അവർ ഫോക്കസ് ചെയ്യണില്ല മോട്ടോറോള. ഈ നോർമൽ ഡെയിലി യൂസിന് പറ്റണ ഒരു ഫോണായിട്ടാണ് കമ്പനി ഈ ഫോണെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി തുടങ്ങാം ഗൈസ്. ഗൈസ്, ഈ ഫോണിന്റെ ഡിസ്പ്ലേ തന്നെ എന്ന് പറഞ്ഞാൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ. ഫുൾ HD ആണ് ഗൈസ്. ഡിസ്പ്ലേ മൊത്തം HD ആണ്. LCD ഡിസ്പ്ലേ ആണ്. മറ്റേ AMOLED ആ ഡിസ്പ്ലേ ഒന്നും അല്ല, അതിനേക്കാളും കുറഞ്ഞ ഡിസ്പ്ലേ ആണ്, കുറഞ്ഞ ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് കമ്പനി കൊടുത്തേക്കുന്നത്. ഓക്കെ, AMOLED എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഹൈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ ഡിസ്പ്ലേ ആണല്ലോ, അതൊന്നും അല്ല ഗൈസ് കൊടുത്തേക്കണം. ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗൈസ് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഗൈസ്. നോർമലി എല്ലാ ഫോണുകളിലും ഉള്ള പോലെ തന്നെ 120 Hz ആണ് ഗൈസ് ഈ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നത്. ഓക്കെ, പിന്നെ ഗൈസ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ പ്രോസസ്സർ ആണ്. ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ഗൈസ് ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ ക്വാൽകോം സ്നാപ്ഡ്രാഗൺ 6S Gen 4 ചിപ്സെറ്റ് ആണ്. ഓക്കെ, 6S Gen 4 അതാണ് ഈ ഫോണിൽ തന്നെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. ഓക്കെ ഒരു നോർമൽ ടൈപ്പ് പ്രോസസ്സറാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഭയങ്കര ഹൈ പവർഫുൾ ചിപ്സെറ്റ് ഒന്നല്ല ഗൈസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു നോർമൽ പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 6S Gen 4 ചിപ്സെറ്റ് നോർമൽ. ഓക്കെ, അതാണ് ഗൈസ് ഈ ഫോണിന്റെ പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ ആണ് ഗൈസ് വരുന്നത്. ഗൈസ് ഈ മോട്ടോറോള മോട്ടോ ജി മാക്സിന്റെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ Android 16 അല്ലേ ഗൈസ്. Android 16 ആണ് ഈ ഫോണിന്റെ സോഫ്റ്റ്വെയർ വരുന്നത്. ഓക്കെ, Android 16. പിന്നെ ഗൈസ് അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ തന്നെ ബാറ്ററിയാണ് ഗൈസ്. ഈ ഫോണിൽ തന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 7000 mAh ഒരു ബാറ്ററിയാണ്. അത് കിടിലൻ പൊളിച്ചെണ്ണ മച്ചാനെ പൊളിച്ച് 7000 mAh ബാറ്ററിയാണ്. അത് വളരെ നല്ലൊരു കാര്യം ഗൈസ്. അത് നമ്മൾ എടുത്തു പറയണം, നല്ലൊരു കാര്യം തന്നെയാണ്. കുറെ നേരം ചാർജ് നിന്നോളൂ, ഒരു 1.5 ദിവസമൊക്കെ ചാർജ് എന്തായാലും നിന്നോളൂ. സാധാരണ ഡെയിലി യൂസിന് ഫോണാണെങ്കിൽ എന്തായാലും 1.5 ദിവസം 7000 mAh ബാറ്ററി ആണെങ്കിൽ അത്യുഗ്രൻ 1.5 ദിവസം എന്തായാലും ചാർജ് ചെയ്തോളും ഗൈസ്. ഓക്കെ, അതാണ് ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ. പിന്നെ ഗൈസ് ബാറ്ററി കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ചാർജറിലോട്ട് കിടക്കാം ഗൈസ്. ഈ ഫോണിന്റെ ചാർജർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലോ ആണ്, 30 വാട്ട്. 30 വാട്ടിന്റെ ടർബോ പവർ ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ്. 30 വാട്ട് ഗൈസ്. അത് ഭയങ്കര ഷോക്കാണ് ഗൈസ്. കാരണം പെട്ടെന്നൊന്നും ചാർജ് ചെയ്യത്തില്ല, കുറെ നേരം വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ 2.5 മണിക്കൂർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഫുൾ ചാർജ് ആയിട്ട്. അതൊക്കെ ഭയങ്കര ലോ ചീപ്പ് ക്വാളിറ്റി ഗൈസ്. 30 വാട്ടൊക്കെ ഇപ്പൊ കുറവാണ്. 30 വാട്ട് ചാർജറൊക്കെ കമ്പനിയൊക്കെ ഇപ്പൊ നിർത്തി. ഇപ്പൊ എല്ലാവരും 100 ഒക്കെയാണ് പിടിക്കണത്. 100, 120 അതൊക്കെയാണ് പിടിക്കണത്. ഇത് 30 വാട്ടേ ഉള്ളൂ. 30 വാട്ട് ടർബോ ഫാസ്റ്റ് വയർഡ് ചാർജിങ് ആണ്. ശോകം ചാർജറാണ് ഗൈസ്. അത് ഞാൻ പറയാം, അത് കൊള്ളൂല കേട്ടോ. ശോകം ചാർജർ പോയി. എന്ത് പറ്റി മോട്ടോറോളെ, എന്ത് പറ്റി? പിന്നെ ഗൈസ് ഈ ഫോണിന്റെ പിന്നെ ചാർജർ കഴിഞ്ഞാൽ ക്യാമറയാണ് ഗൈസ്. ക്യാമറ എന്ന് പറഞ്ഞാൽ 50 MP പ്രൈമറി സെൻസർ ക്യാമറ. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ സെൻസർ ക്യാമറ മെയിൻ ക്യാമറ ഇല്ല ഗൈസ്, അത് 50 MP പ്രൈമറി സെൻസർ ക്യാമറ. പിന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ ഉണ്ട്, അത് 32 MP ആണ്. ഫ്രണ്ട് സെൽഫി ക്യാമറ 32 MP. പിന്നെ അൾട്രാവൈഡ് ലെൻസ് 8 MP ഒരു അൾട്രാവൈഡ് ലെൻസ് ഉണ്ട്. അതുമാണ് വരുന്നത് ഗൈസ്. ഒരു നോർമൽ ഓക്കെ ഫോട്ടോസും എടുക്കാൻ പറ്റണ ഒരു ക്യാമറ ആയിട്ട് ഞാൻ കരുതുള്ളൂ. ഭയങ്കര അടിപൊളി ഇന്റൻസിറ്റി ഫോട്ടോസ് അതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അതാണ് ഗൈസ് ലോ ഇത് ഉള്ള ക്യാമറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയൊക്കെ ഉള്ളു ഈ ക്യാമറയുടെ. പിന്നെ ഗൈസ് ക്യാമറ കഴിഞ്ഞാൽ ഗൈസ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു കാര്യം എന്താണ് ഗൈസ് ഈ ഫോണിലില്ല മക്കളെ ഹെഡ്ഫോൺ ജാക്ക് വന്നിട്ടാ മക്കളെ. ഹെഡ്ഫോൺ ജാക്ക് 3.5 mm ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത് കിടിലൻ അത്യുഗ്രൻ, അത് അടിപൊളിയാണ് ഗൈസ്.
അത് വളരെ നല്ല കാര്യം. കാരണം ഇപ്പോഴത്തെ മോഡേൺ ഫോണുകൾക്കൊന്നും ഹെഡ്ഫോൺ ജാക്ക് എന്ന് പറഞ്ഞ സാധനം ഏലത്ത് പോലും വെച്ചിട്ടില്ല. പക്ഷെ ഈ ഫോണിൽ സെപ്പറേറ്റ് ആയിട്ട് ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. കിടിലം മക്കളെ, കിടിലം. പൊളിയാണ് മക്കളെ, അടിപൊളി. മോട്ടോറോള സല്യൂട്ട്, അടിപൊളിയാണ്. 3.5mm ഹെഡ്ഫോൺ ജാക്ക് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗൈസ് ഫിംഗർ പ്രിന്റും ഫേസ് ID അതും ഈ ഫോണിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതൊക്കെയാണ് ഗൈസ് ഈ ഫോണിന്റെ മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് പറഞ്ഞാൽ മോട്ടോറോള മോട്ടോ G Maxന്റെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ മെയിൻ ഓഫ് ദ ഫീച്ചേഴ്സ് പറഞ്ഞാൽ അതൊക്കെയാണ് ഗൈസ്. പിന്നെ അവസാനം ഈ ഫോണിന്റെ വിലയാണ് ഗൈസ്. ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ 47,000 47,000 രൂപയാണ് ഗൈസ് ഈ ഫോണിന്റെ വില എന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, 47,000 രൂപ ഈ ഫോണിൽ ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കി പറയും ലാഭമല്ല ഗൈസ്. കാരണം ഇതിൽ ഞങ്ങളെല്ലാം പൊട്ടേണ് വെച്ചാൽ ഒരു ഷോക സാധനങ്ങളാണ് വെച്ചാൽ നല്ല ഇതല്ല ഗൈസ്. എന്താ പറയുക, ചാർജർ ഭയങ്കര മോശമായി പോയി. കാരണം 30 തൊട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഫോണിൽ 30 തൊട്ട് ചാർജർ അങ്ങനെയുള്ള ഇത് ഭയങ്കര മോശമായി പോയി ചാർജർ. പിന്നെ ചാർജർ കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ്വെയർ 47,000 രൂപയേ ഉള്ളൂ. 47,000 രൂപ സോഫ്റ്റ്വെയർ ഓക്കെ സോഫ്റ്റ്വെയർ സ്നാപ്ഡ്രാഗൺ 6Gen4 ഒക്കെ ഓക്കെ സോഫ്റ്റ്വെയർ ആണ് ഗൈസ്. പക്ഷേ എനിക്ക് ഈ ഫോണിനോട് വലിയ ഒരു താല്പര്യം ഇല്ല ഗൈസ്. കാരണം എല്ലാം ഒരു നോർമലിനെക്കാട്ടും മീഡിയത്തിനെക്കാട്ടും താഴെ ഒരു ലോ ലെവൽ സാധനങ്ങൾക്കാണ് അവർ കൊടുത്തേക്കണത്. വലിയ എനിക്ക് ഇതായിട്ട് തോന്നിയൊന്നുമില്ല. 47,000 കൊടുത്ത് വാങ്ങുമ്പോൾ 47,000 രൂപയ്ക്ക് ഇതിന് കുറേ ബെസ്റ്റ് ഫോൺസ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനോട് വലിയൊരു താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. ഈ ഫോൺ ഓഗസ്റ്റ് 14 ആണ് റിലീസ് ആവുന്നത് കേട്ടോ. ഇന്ത്യയിൽ റിലീസ് ആവുന്നത്, ഗ്ലോബലി പുറത്തെ രാജ്യത്തിലേക്ക് ഈ ഫോൺ റിലീസ് ആയിട്ടാണ് പറയുന്നത് ജൂൺ 11. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 14 ഈ ഫോൺ റിലീസ് ആവട്ടെ. രാത്രി 12 മണിക്കാണ് റിലീസ് ആവുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ മോട്ടോ G Maxന്റെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഓക്കെ രീതിയിലേ ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും നോർമൽ ഓക്കെ രീതി. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. അതിൻ്റെ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സും പിന്നെ എൻ്റെ കുറച്ച് മൈ ഒപ്പീനിയനും അതൊക്കെ പറയാനാണ് വന്നേക്കുന്നത്. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരേക്ക് ഇറ്റ്സ് മീ സാവിയോ സൈനിങ് ഔട്ട് ഗൈസ്. ബൈ.